കുവൈറ്റിലെ മംഗഫിലുണ്ടായ അപകടത്തിൽ 45 ഇന്ത്യക്കാർക്കാണ് ജീവൻ നഷ്ടമായത്. അതിൽ 23 പേർ മലയാളികൾ. അവരുടെ മൃതദേഹം അല്പസമയത്തിനകം ഏതാണ്ട് 8:30 തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിക്കും. പ്രത്യേക വ്യോമസേന വിമാനം കുവൈറ്റിൽ നിന്ന് ഇവരുടെ മൃതദേഹങ്ങളുമായി നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ബന്ധുക്കളടക്കം അവിടേക്ക് എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം കേന്ദ്രമന്ത്രിമാരടക്കം അവിടേക്ക് എത്തും. തമിഴ്നാട് സ്വദേശിയുടെ കൂടി മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. വിനീത ബി.ജി ഉണ്ട്. വിനീത, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയായിരുന്നു അല്പസമയം മുമ്പ്. മന്ത്രിമാരടക്കം അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയോ? ഗോകുൽ, നടപടിക്രമങ്ങളെല്ലാം ആലുവ റൂറൽ SP നേരിട്ടെത്തി വിലയിരുത്തിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. രാവിലെ 5 മണിയോടുകൂടി തന്നെ റൂറൽ SP ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വിവിധ ഇടങ്ങളിലുള്ള പോലീസ് വാഹനങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ആംബുലൻസിനൊപ്പവും ഓരോ വാഹനം അവരുടെ നാടുകളിലേക്ക് പോകും. ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് 23 മൃതദേഹങ്ങൾ, മലയാളികളുടെ മൃതദേഹങ്ങളാണ് കൊച്ചിയിലേക്ക് എത്തിക്കുക. ഇതുകൂടാതെ തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹവും ഒരുപക്ഷെ കൊച്ചിയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇവിടെ നിന്നായിരിക്കും അവരുടെ ജന്മനാടുകളിലേക്ക് കൊണ്ടുപോവുക. ഒപ്പം ഈ വ്യോമസേനാ വിമാനം കൊച്ചിയിലെത്തിയതിനു ശേഷം പിന്നീട് ഡൽഹിയിലെത്തും. ഈ ഉത്തർപ്രദേശ്, ബീഹാറിലേക്കൊക്കെയുള്ള ആളുകളുണ്ട്, സ്വദേശികളുണ്ട്. അവരുടെയൊക്കെ മൃതദേഹം ഡൽഹിയിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് അവരുടെ ജന്മനാടുകളിലേക്ക് എത്തിക്കും. അത്തരത്തിലാണ് ഇപ്പോൾ നിലവിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അതായത് കേരളത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, തമിഴ്നാട് മറ്റ് ഇടങ്ങളിലേക്കൊക്കെ എത്തിക്കേണ്ട മൃതദേഹങ്ങൾ അതിന്റെ ചുമതല ജില്ലാ കളക്ടർക്കാണ് നൽകിയിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ മൃതദേഹവും കൊച്ചിയിലേക്ക് എത്തിച്ചതിനു ശേഷം ജില്ലാ കളക്ടർ അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കും. ഒപ്പം അവരുടെ മൃതദേഹങ്ങൾ അവരുടെ ജന്മനാടുകളിലേക്ക് എത്തിക്കും. ഇപ്പോൾ രാവിലെ തന്നെ ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും മറ്റുമായി അവരുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. 8:30 നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സമയം 8:30 വ്യോമസേനാ വിമാനം കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 5:10 കുവൈറ്റിൽ നിന്നും വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സഹമന്ത്രി വിമാനത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്തിച്ചേരും. ഇവിടെ ഇപ്പോൾ മന്ത്രി കെ രാജൻ, ഒപ്പം തന്നെ റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം അവർ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിക്കും. അതിനുള്ള സജ്ജീകരണങ്ങൾ കാർഗോയിൽ ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ യോഗം ചേർന്നിട്ടുള്ള മേഖലയിലാണ്. ഇവിടെയാണ് ഈ മന്ത്രിമാർ, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ, ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം എന്നിവയൊക്കെ തന്നെ നടക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ ഇവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് വീണ ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കുവൈറ്റിലേക്ക് പോകുന്നതിനായാണ് എത്തിയിരുന്നത്. പക്ഷേ അവർക്ക് അനുമതി ലഭ്യമാകാത്തതിനെ തുടർന്ന് ആ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. ഇന്ന് രാവിലെയോടുകൂടി വീണ ജോർജും ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ ഓരോ മൃതദേഹവും ഓരോ ആംബുലൻസുകളിൽ അവരുടെ ജന്മനാടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളൊക്കെ രാവിലെയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് 8:30 ആ മൃതദേഹം ഇവിടെ എത്തിയാലും മറ്റു നടപടിക്രമങ്ങൾ എയർപോർട്ടിൽ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും കാർഗോയിലേക്ക് ആ മൃതദേഹങ്ങൾ വിടുക. ഏതാണ്ട് ഒരു 9-9:30 ചെറിയ രീതിയിലുള്ള ഒരു പൊതുദർശനം ഉണ്ടാകും. അവിടെ മന്ത്രിമാർ അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം ജന്മനാടുകളിലേക്ക് അവരുടെ മൃതദേഹങ്ങൾ എത്തിക്കും. ഗൂഗിൾ. ശരി വിനീത. വിഷ്ണു സുരേഷിലേക്ക് പോവുകയാണ്. ഒരു പുതിയ അപ്ഡേഷൻ വരുന്നു. 31 മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ ഇറക്കുക എന്ന് മനസ്സിലാക്കുന്നു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. വിഷ്ണു, കേരളത്തിന് പുറമെ സമീപ സംസ്ഥാനങ്ങളിലെ ആളുകളുടെ കൂടി മൃതദേഹങ്ങൾ കൊച്ചിയിൽ എത്തിക്കുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ. ഗോകുൽ, 23 മലയാളികൾക്ക് പുറമെ 7 തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹമായിരിക്കും നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കുക എന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 6:45 കുവൈറ്റിൽ നിന്ന് വ്യോമസേനയുടെ വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. നേരത്തെ 8:30 ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയം പറഞ്ഞിരുന്നെങ്കിലും അതൊരു 9 മണിയോടുകൂടിയൊക്കെ ആകും എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ എല്ലാ ഒരുക്കങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ആംബുലൻസിന് ഒരു പൈലറ്റ് വാഹനം
എന്ന കണക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് മൃതദേഹവുമായി വീട്ടിൽ എത്തുന്നത് വരെ ഈ ആംബുലൻസിന് പോലീസ് വാഹനം അകമ്പടി ഉണ്ടാകും. തമിഴ്നാട്ടിലേക്കും റോഡ് മാർഗമായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കർണാടകയിലേക്ക് ഒരു മൃതദേഹം കൊണ്ടുപോകാനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും പൂർത്തിയാക്കി. നോർക്ക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടുകളിലേക്ക് എത്തും എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ടേബിളുകളിലാണ് മൃതദേഹങ്ങൾ ഈ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് വെക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവിടെയായിരിക്കും 23 മൃതദേഹങ്ങൾ കൊണ്ടുവരിക. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അല്പസമയത്തിന് തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. ഒരുപക്ഷെ കുറച്ച് വൈകാനുള്ള സാധ്യതയുണ്ട്. 8:30 എന്നുള്ളത് 9 മണി ആയതുകൊണ്ട് തന്നെ അവർ ആ സമയം കൊള്ളിച്ചായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തുക. മുഖ്യമന്ത്രിയും മന്ത്രി കെ രാജൻ, പി രാജീവ്, വീണ ജോർജ ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങുക. നോർക്ക പ്രതികളും ഉണ്ടാകും. പ്രവാസി മലയാളി സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഇങ്ങോട്ടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ടത് 31 മൃതദേഹങ്ങൾ കുവൈറ്റ് അപകടവുമായി ബന്ധപ്പെട്ട് മരിച്ചവരിൽ 31 പേരുടെ മൃതദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കും. അതിൽ മലയാളികളും തമിഴ്നാട് സ്വദേശികളും കർണാടക സ്വദേശിയും ഉണ്ട്. 45 പേരാണ് ആകെ മരിച്ചത്. ബാക്കിയുള്ള മൃതദേഹങ്ങൾ അതത് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മൃതദേഹങ്ങളെ അനുഗമിച്ച നെടുമ്പാശ്ശേരിയിലേക്ക് എത്തും. പക്ഷേ അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഒരുപക്ഷെ അവിടെ നിന്ന് അദ്ദേഹം നേരെ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ ഡൽഹിയിലേക്ക് അതേ വിമാനത്തിൽ പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇവിടുത്തെ എന്തായാലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷാ പരിശോധനയെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗൂഗിൾ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. 31 മൃതദേഹങ്ങളാണ് നെടുമ്പാശ്ശേരിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കുവൈറ്റിൽ നിന്നുള്ളതാണ്. കുവൈറ്റിലെ വിമാനത്താവളത്തിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്ന ദൃശ്യങ്ങൾ, അവിടെ നിന്ന് വിമാനം പുറപ്പെടുന്നതിൻ്റെ അടക്കം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കുവൈറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഏതായാലും മൃതദേഹങ്ങൾ 8:30 ശേഷം ഏതാണ്ട് 9 മണിക്ക് മുൻപായി വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങും എന്നതാണ്. വ്യോമസേനയുടെ C-130 വിമാനത്തിലാണ് മൃതദേഹങ്ങൾ എത്തിക്കുക. കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും വിമാനത്തെ അനുഗമിക്കുന്നു, വിമാനത്തിലുണ്ടാകും എന്നതാണ് ലഭിക്കുന്ന വിവരം. കൊച്ചിയിൽ അതിൽ 31 പേരുടെ മൃതദേഹങ്ങൾ, 7 തമിഴ്നാട് സ്വദേശികൾ, ഒപ്പം ഒരു കർണാടക സ്വദേശി, മറ്റ് 23 മലയാളികളുടെയും മൃതദേഹം കൊച്ചിയിൽ ഇറക്കും. ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ അവരുടെ നാടുകളിലേക്കും അപ്പം ഡൽഹിയിലേക്ക് ആ വിമാനം യാത്ര തിരിക്കും. അവിടെ നിന്നായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം.